ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. NF കണ്ണൂർ കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അറബിക് മസാല തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അറേബ്യൻ ഡിഷായ കുഴിമന്തി, കബ്സ, മജ്ബൂസ് ഇവയിലൊക്കെ യൂസ് ചെയ്യുന്ന അറബിക് മസാല നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇനി മന്തി, കബ്സ ഇവയൊക്കെ തയ്യാറാക്കുന്ന ടൈമിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് നമുക്കൊരു പാൻ എടുത്ത് വെക്കാം. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 5-6 കറുവാപ്പട്ട, 1 ടേബിൾ സ്പൂൺ ഗ്രാമ്പു, ഒരു 10 ഏലക്കായ, 1 ജാതിക്കയുടെ പകുതി. ഇത്രയും സ്പൈസസാണ് നമുക്ക് ഈ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഇതുവരെയായിട്ടും ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടുപ്പിലോട്ട് മാറ്റിയിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. നന്നായിട്ടൊരു 2-3 മിനിറ്റ് വറുത്ത് കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും. ആ ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഓൾറെഡി ഞാൻ കഴുകിയിട്ട് ഉണക്കി വെച്ചതാണ്. ഏലക്കായ, മല്ലി, അതുപോലെ കുരുമുളക്, ജീരകം ഇതൊക്കെ ഞാൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ നിന്ന് എടുക്കുക. അധികം കുതിരാൻ വെക്കാതെ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വെയിലിൽ വെച്ചിട്ട് ഉണക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലുള്ള പൊടികളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുമല്ലോ. ഏലക്കായയിലൊക്കെ നന്നായിട്ട് പൊടികളുണ്ടാവും. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം മാത്രം നമ്മൾ എടുക്കുക. തൊലിയോട് കൂടിയിട്ട് പൊടിച്ചെടുക്കുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഇതിപ്പോൾ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്ന ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇത് പാനിൽ നിന്നും മാറ്റിയെടുക്കണം. ഇങ്ങനെ വറുക്കുന്നത് കൊണ്ടുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ കാലം വരെ പുറത്ത് വെച്ചിട്ട് തന്നെ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. പെട്ടെന്നൊന്നും പൂത്തു പോവില്ല. ഒരു 5-6 മാസമൊക്കെ നമുക്ക് പുറത്ത് തന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ ചൂടോടുകൂടി തന്നെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാണ്. പാനിൽ തന്നെ വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോവും. നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ പൊടിക്കുന്ന ജാറുണ്ടല്ലോ അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഈ പൊടിച്ചെടുത്ത മസാലപ്പൊടികൾ നമുക്കൊരു പേപ്പറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ചൂട് അല്പം ഒന്ന് തണുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലോട്ട് മാറ്റണം. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഫ്ലേവറൊക്കെ നഷ്ടമാവും. ഏതൊരു മസാലപ്പൊടി ആയാലും നമ്മൾ പൊടിച്ച ഉടനെ തന്നെ വേറെ പാത്രത്തിലോട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലോട്ട് മാറ്റണം. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റേതായ ആ സ്മെല്ലും ഫ്ലേവറൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഞാനൊരു കണ്ടെയ്നറിലോട്ട് മാറ്റാണ്. കണ്ടോ, വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് മന്തി മസാല തയ്യാറാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇനി മന്തി, കബ്സ, മജ്ബൂസ് ഇതൊക്കെ തയ്യാറാക്കുന്ന ടൈമിൽ മസാലപ്പൊടികൾ വീട്ടിൽ വെച്ച് തന്നെ തയ്യാറാക്കുക. പാക്കറ്റ് മസാലപ്പൊടികൾ യൂസ് ചെയ്യാതെ ഇതുപോലെ നാച്ചുറലായിട്ടുള്ള മസാലപ്പൊടികൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത ശേഷം മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.